ഹലോ ഗൈസ്, ഇന്നെന്തായാലും നമ്മൾ ലീവൊക്കെ എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും നമ്മളൊരു ഹെയർ കെയറോ സ്കിൻ കെയറോ ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ ജോലിക്ക് പോവുകയാണെങ്കിലും ഒക്കെ നമ്മൾ എന്തായാലും തെറ്റാണ്ട് വീക്കിലി 1 ടൈമെങ്കിലും നമ്മൾ ഹെയർ പാക്ക് അതുപോലെ തന്നെ സ്കിൻ കെയറിനായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് ഞാൻ ഇതിന് മുമ്പുള്ള നമ്മുടെ ഒരു ഷോർട്സ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഹെയർ പാക്കിനായിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡും നമ്മുടെ ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ പേരയില ഒക്കെ വെച്ചിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു പാക്കാണ് ഇത്. നമ്മുടെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്കാൽപ്പൊക്കെ നന്നായിട്ട് ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമ്മൾ ഓയിലൊക്കെ ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത ശേഷം തലയിൽ അപ്ലൈ ചെയ്യുക. നന്നായിട്ട് സ്കാൽപ്പിൽ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഷാമ്പൂവിനേക്കാളും 100 ഇരട്ടി എഫക്റ്റ് തരുന്ന ഒരു അടിപൊളി ഹെയർ പാക്കാണിത്. ഒരു സംശയമില്ല, തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഞാനും മോളും ഞങ്ങളെല്ലാവരും എന്താ പറയുക, നമ്മളൊരു പാക്ക് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലുള്ള എല്ലാവരും നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ. നമ്മൾ ഉണ്ടാക്കി നമ്മൾ യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ തന്നെ നമ്മളെല്ലാം തലയിൽ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മൾ കെട്ടി വെച്ചു. ഇനി ഒരു അരമണിക്കൂർ 20 മിനിറ്റ് 15 ടു എന്താ പറയുക 15 ടു 30 മിനിറ്റിനുള്ളിൽ നമുക്കത് സെറ്റാവും തലയിൽ. എന്നിട്ട് നമുക്കത് കഴുകിക്കളയാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു എന്താ പറയുക സ്കിൻ കെയറും നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ തൈര്, കാപ്പിപ്പൊടി, പഞ്ചസാര, ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു സ്ക്രബാണ്. നമ്മുടെ ഫേസിനും സ്കിന്നിനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ക്രബ്. നമുക്കത് ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്യാം. നല്ല യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടും. തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് തൈരും അതുപോലെ കാപ്പിപ്പൊടിയും മാത്രം എടുത്താലും മതി. ഇല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് മഞ്ഞളും അതുപോലെ കുറച്ച് പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് തേക്കുക. ഒരു തക്കാളി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താലും നല്ല റിസൾട്ട് കിട്ടും. തീർച്ചയായിട്ടും നിങ്ങളിത് രണ്ടും ട്രൈ ചെയ്യുക, റിസൾട്ട് അറിയിക്കുക. താങ്ക് യു.